യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 7. അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദന്മാർ തന്നെ കൊല്ലാൻ നോക്കുന്നതിനാൽ യഹൂദയിൽ സഞ്ചരിക്കാൻ യേശു താൽപ്പര്യപ്പെട്ടില്ല. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ സമീപിച്ചിരുന്നു. അതിനാൽ തൻ്റെ സഹോദരന്മാർ യേശുവിനോട്, ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകുക, താങ്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ അപ്പോൾ ശിഷ്യരും കാണുമല്ലോ. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരും രഹസ്യമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല. താങ്കൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ലോകത്തിന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞു. സ്വന്തം സഹോദരന്മാർ പോലും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ അടുത്തിട്ടില്ല, നിങ്ങൾക്കോ സമയം എപ്പോഴും അനുയോജ്യമാണ്. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധ്യമല്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതുകൊണ്ട് അത് എന്നെ വെറുക്കുന്നു. നിങ്ങൾ പെരുന്നാളിന് പോകുക. എൻ്റെ സമയം പൂർണ്ണമായി വന്നിട്ടില്ലാത്തതിനാൽ ഈ പെരുന്നാളിന് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് യേശു ഗലീലയിൽ തന്നെ താങ്ങി. എന്നാൽ തൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം യേശുവും പോയി. അത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടായിരുന്നു. അതിനാൽ പെരുന്നാളിൽ യഹൂദന്മാർ അദ്ദേഹം എവിടെ എന്ന് ചോദിച്ച് യേശുവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. യേശുവിനെക്കുറിച്ച് ജനസമൂഹത്തിൽ ഏറെ സംസാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് ചിലരും, അല്ല, അദ്ദേഹം ജനത്തെ വഴിതെറ്റിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. എങ്കിലും യഹൂദരെ ഭയന്ന് ആരും യേശുവിനെക്കുറിച്ച് പരസ്യമായി ഒന്നും പറഞ്ഞില്ല. പെരുന്നാൾ പകുതിയായപ്പോൾ യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു തുടങ്ങി. ഒരിക്കലും ഔപചാരിക അഭ്യസനം ലഭിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യന് എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ അറിയുന്നത് എന്ന് പറഞ്ഞ് യഹൂദർ അതിനാൽ വിസ്മയിച്ചു. യേശു അതിനുത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റെ സ്വന്തമല്ല, മറിച്ച് എന്നെ അയച്ചവൻ്റേതാണ്. അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവർ ഈ ഉപദേശം അറിയും. അത് ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. തന്നിൽ യാതൊരു അനീതിയുമില്ല. മോശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലേ? എങ്കിലും നിങ്ങളിൽ ആരും അത് പാലിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്തിന്? അതിന് ജനം, താങ്കൾക്ക് ഒരു ബോധമുണ്ട്, ആരാണ് താങ്കളെ കൊല്ലാൻ നോക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ യേശു അവരോട്, ഞാനൊരു പ്രവൃത്തി ചെയ്തു, നിങ്ങളെല്ലാവരും അതിൽ ആശ്ചര്യപ്പെടുന്നു. മോശെ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയ കാരണത്താൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ് ആരംഭിച്ചത്. നിങ്ങൾ ശബ്ബത്തിലും ഒരു മനുഷ്യന് പരിച്ഛേദന നടത്തുന്നു. മോശയുടെ ന്യായപ്രമാണം ലംഘിക്കപ്പെടാതിരിക്കേണ്ടതിന് ശബ്ബത്തിലും ഒരുവന് പരിച്ഛേദനം സ്വീകരിക്കാമെങ്കിൽ ഞാൻ ഒരു മനുഷ്യന് ശബ്ബത്തിൽ പൂർണ്ണ സൗഖ്യം നൽകിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നത് എന്തിനാണ്? ബാഹ്യമായ കാഴ്ച കൊണ്ട് വിധിക്കരുത്, നീതിപൂർവം ന്യായം വിധിക്കുക എന്ന് പറഞ്ഞു. യെരുശലേം നിവാസികളിൽ ചിലർ, അവർ കൊല്ലാൻ നോക്കുന്നത് ഈ മനുഷ്യനെയാണല്ലോ, നോക്കൂ, അദ്ദേഹം ഇവിടെ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവർ അദ്ദേഹത്തോടൊന്നും പറയുന്നില്ല. ഇദ്ദേഹം ക്രിസ്തു തന്നെയാണെന്ന് അധികാരികൾ യഥാർത്ഥമായി ഗ്രഹിച്ചിട്ടുണ്ടാകുമോ? എങ്കിലും ഈ മനുഷ്യൻ എവിടെ നിന്നുള്ളവനെന്ന് നമുക്കറിയാം. ക്രിസ്തു വരുമ്പോഴോ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയില്ല എന്ന് പറഞ്ഞു. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെയും ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും അറിയുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അദ്ദേഹത്തെ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ അദ്ദേഹത്തെ അറിയുന്നു. എന്തെന്നാൽ ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്, അവിടുന്നാണ് എന്നെ അയച്ചത്. അതിനാൽ അവർ യേശുവിനെ പിടികൂടാൻ ശ്രമിച്ചു. എങ്കിലും തൻ്റെ സമയം വന്നിട്ടില്ലാത്തതിനാൽ യേശുവിൻ്റെ മേൽ ഒരു മനുഷ്യനും കൈവച്ചില്ല. എങ്കിലും ജനക്കൂട്ടത്തിൽ പലരും യേശുവിൽ വിശ്വസിച്ചു. ക്രിസ്തു വരുമ്പോൾ ഈ മനുഷ്യൻ ചെയ്തതിലും അധികം അടയാളങ്ങൾ ചെയ്യുമോ എന്നവർ ചോദിച്ചു. യേശുവിനെക്കുറിച്ച് ജനം ഇങ്ങനെ രഹസ്യമായി സംസാരിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടപ്പോൾ പുരോഹിത മുഖന്മാരും പരീശന്മാരും യേശുവിനെ പിടികൂടേണ്ടതിന് സേവകരെ അയച്ചു. അപ്പോൾ യേശു, ഇനി അല്പകാലം മാത്രമേ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും. നിങ്ങൾ എന്നെ അന്വേഷിക്കുമെങ്കിലും കണ്ടെത്തില്ല. ഞാൻ ആയിരിക്കുന്ന ഇടത്തേക്ക് വന്നെത്താൻ നിങ്ങൾക്ക് സാധ്യവുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദർ, നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത വിധം ഇദ്ദേഹം എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആളുകൾ ചിതറിപ്പോയിരിക്കുന്ന ഗ്രീക്ക് ദേശങ്ങളിൽ ചെന്ന് ഗ്രീക്കുകാരെ പഠിപ്പിക്കാനാണോ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? നിങ്ങൾ എന്നെ അന്വേഷിക്കുമെങ്കിലും കണ്ടെത്തില്ല. ഞാൻ ആയിരിക്കുന്ന ഇടത്തേക്ക്
വന്നെത്താൻ നിങ്ങൾക്ക് സാധ്യവുമല്ല എന്ന് ഇദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പരസ്പരം പറഞ്ഞു. ഉത്സവത്തിൻ്റെ മഹാദിനമായ അവസാന ദിവസം യേശു നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ അന്തർഭാഗത്തു നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചായിരുന്നു യേശു പറഞ്ഞത്. യേശു തേജസ്കരിക്കപ്പെട്ടിരുന്നില്ല, അതിനാൽ അതുവരെയും ആത്മാവിനെ നൽകിയിരുന്നില്ല. യേശുവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ജനക്കൂട്ടത്തിൽ ചിലർ നിശ്ചയമായും ഇദ്ദേഹം ആ പ്രവാചകൻ തന്നെ എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ചിലരാകട്ടെ ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത്? ക്രിസ്തു ദാവീദിൻ്റെ വംശത്തിൽ നിന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബേദലഹേമിൽ നിന്നും വരുന്നു എന്നല്ലേ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ യേശുവിനെ ചൊല്ലി ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ യേശുവിനെ പിടികൂടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആരും തൻ്റെ മേൽ കൈവച്ചില്ല. അപ്പോൾ സേവകർ പുരോഹിത മുഖ്യന്മാരുടെയും പരീശന്മാരുടെയും അടുത്ത് മടങ്ങിയെത്തി. നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരാതിരുന്നത് എന്തുകൊണ്ട് എന്ന് അവർ ചോദിച്ചു. ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു മനുഷ്യനും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ മറുപടി നൽകി. പരീശന്മാർ അവരോട്, നിങ്ങളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവോ? അധികാരികളിലോ പരീശന്മാരിലോ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ? എന്നാൽ ന്യായപ്രമാണം അറിയാത്ത ഈ ജനം ശപിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുത്ത് വന്നതും അവരിൽ ഒരാളുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട്, ഒരാൾക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കുകയും അയാൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ന്യായപ്രമാണം ശിക്ഷ വിധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പരീശന്മാർ നിക്കോദിമോസിനോട്, താങ്കളും ഗലീലക്കാരനാണോ? തിരുവെഴുത്ത് പരിശോധിച്ചു നോക്കൂ, ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകനും എഴുന്നേൽക്കുന്നില്ല എന്ന് അപ്പോൾ കാണും എന്ന് പറഞ്ഞു. പിന്നീട് ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോയി.